മീനത്തിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ബിജു പാല. ഇന്ന് നമ്മൾ പോകുന്നത് ചേർപ്പങ്കലാണ്. ചേർപ്പങ്കൽ പള്ളിക്ക് സമീപത്തായിട്ട്, ചേർപ്പങ്കൽ മെഡിസിറ്റി ഹോസ്പിറ്റലിന് സമീപത്തായിട്ട് നല്ലൊരു വില്ല പ്രൊജക്റ്റില് ഒരു 11.5 സെന്റ് സ്ഥലത്തില് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വീട് ഇതാ ഇവിടെയുണ്ട്. നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. റൂഫൊക്കെ ചെയ്ത് കേരള തനിമയോട് കൂടിയുള്ള നല്ല അടിപൊളി വീട്, അടിപൊളി ദൃശ്യങ്ങൾ. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ഇതിന്റെ സെന്റ്, സ്ക്വയർ ഫീറ്റ് വില ഇത് ആദ്യമേ തന്നെ പറയണം എന്ന് എല്ലാ പ്രേക്ഷകരും മീനത്തിൽ ഹോംസിന്റെ ആവശ്യപ്പെടുന്നതാണ്. കാരണം അവരുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള പ്രോപ്പർട്ടി ആണെങ്കിൽ അവർക്ക് വീഡിയോ കണ്ടാൽ മതിയല്ലോ എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില 97 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. 11 സെന്റ് സ്ഥലമാണ്. 2000-ന് മുകളിൽ സ്ക്വയർ ഫീറ്റ്, 2100 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം, 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ അതിഗംഭീരമായ മനോഹരമായ തേക്കത്തടികളിലൊക്കെ നിർമ്മിതമായ നല്ല കബോർഡ് വർക്കുകള്, ഡോറുകളൊക്കെ ഉള്ള അടിപൊളി ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് വേഗം ചെല്ലാം. മീനച്ചൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നല്ല കേരള സ്റ്റൈൽ ആയിട്ട് തന്നെ, കേരള തനിമയോടുകൂടി തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീടുകൾ മാത്രമുള്ള നല്ലൊരു പ്രൊജക്റ്റിനകത്താണ് നമ്മൾ നിൽക്കുക. വില്ല പ്രൊജക്റ്റ് എന്ന് നമുക്ക് പേരിട്ട് വിളിക്കുന്നില്ല എന്ന് മാത്രം. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ് ഇത്. പ്രൊജക്റ്റ് എന്ന് പേരിട്ട് വിളിക്കുന്നില്ല എന്ന് മാത്രം പറഞ്ഞതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. ഇവിടെ നമുക്ക് എന്താ പറയുക, ഗേറ്റഡ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി അങ്ങനെയുള്ള എന്നതൊന്നുമില്ല. ഒരുമിച്ച് ഒരേ നിലവാരത്തിൽ വീടുകൾ പണിത് കൊടുത്ത പ്രൊജക്റ്റാണ്. ഈ കാണുന്ന വീടുകളെല്ലാം മീനത്തിൽ ഹോംസ് വഴി തന്നെയാണ് ഡീല് നടന്നതും. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു മേഖലയിൽ തന്നെ ഉള്ള നല്ല ഒരു പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെ. ഒരു കസ്റ്റമർ റിവ്യൂ എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ വിശ്വസിക്കുക മാത്രമല്ല, നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് കൂടുതലായിട്ടും പഠിക്കും തോറും കസ്റ്റമർ റിവ്യൂ ആണ് ഏറ്റവും വലുത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ അടുത്തുള്ള നേരെ ഓപ്പോസിറ്റുള്ള വീടൊക്കെ ഈ ബിൽഡർ തന്നെ പണിത് കൊടുത്തത് തന്നെയാണ്. അവരോടൊക്കെ ഒന്ന് ചോദിച്ചാൽ മതി ഈ ബിൽഡറുടെ വീടിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത്. ആ ഒരു ക്വാളിറ്റി മാത്രം അവർ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഫൗണ്ടേഷൻ എടുത്ത് പണി നടന്നുകൊണ്ടിരിക്കുന്ന തുടങ്ങിയ സമയം മുതൽ ഇവിടെയുള്ള ആൾക്കാരെല്ലാം നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഈ വീട് എത്ര മനോഹരമായിട്ടാണ്, അല്ലെങ്കിൽ എത്ര ക്വാളിറ്റിയോട് കൂടി തന്നെയാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തൊരു ബിൽഡർ തന്നെയാണ്. അപ്പോൾ ആ ഒരു ബിൽഡറുടെ ഈ വീട് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ഇട്ടിരിക്കുന്ന മുറ്റത്ത്. ഈ വീട് നിങ്ങൾക്കും സ്വന്തമാക്കാം. അപ്പോൾ ചോദിക്കുന്ന വില 98 ലക്ഷം രൂപയാണെങ്കിലും നെഗോഷ്യബിൾ ആയിട്ടുള്ളൊരു പ്രൈസ് കൂടിയാണ്. അങ്ങനെ നമ്മൾ മുറ്റത്തിൻ്റെ ബാക്ക് സൈഡിലേക്ക്, വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണ്. എല്ലാ സൈഡിലും ഇഷ്ടംപോലെ മുറ്റമുണ്ട്. മുറ്റവും സൗകര്യങ്ങളും എല്ലാം കണ്ടുകൊണ്ട് ബാക്കിലൊന്നും ഒരിക്കലും വീട് വരുന്നതല്ല. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ കണ്ടത് ഒരു കോമൺ കിണറുണ്ട്. ഏകദേശം 6-7 വീടോളമാണ്. 6-7 വീടോളമുള്ള ഈ കോമ്പൗണ്ടിൽ എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് ഒരു വെള്ളം കിട്ടാവുന്ന രീതിയിലാണ് ഒരു കിണറുണ്ട്. എല്ലാ വീടുകൾക്കും കിണറുണ്ട്. ഒപ്പം ഒരു കോമൺ കിണർ കൂടി എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. അതിനും നമുക്ക് അവകാശം കിട്ടുന്നതാണ്. ഈ വീടിനും അവകാശം കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് കിണർ. വലിയ കിണർ റിങ് ഇറക്കി ചെറുതാക്കി അത് പടുതായിട്ട് മൂടിയിരിക്കുന്നതാണ്. ഇഷ്ടംപോലെ വെള്ളം ലഭിക്കുന്നതാണ്. കംപ്ലീറ്റ് റൂഫ് ചെയ്തിരിക്കുന്ന വീടാണ്. റൂഫ് വർക്ക് മുഴുവൻ റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ചുറ്റുമുള്ള ജനൽപ്പാളികളെല്ലാം തേക്കാണ്. ഇവിടെയാണ് കിച്ചണിൽ നിന്ന് ഇറങ്ങി വരുന്ന ഡോറ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു എന്താ പറയുന്ന വീടിൻ്റെ ചുറ്റുവട്ടം കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. ഒപ്പം വീടാണെങ്കിലും നല്ലൊരു ചുറ്റുവട്ടം, സൗകര്യങ്ങൾ, മുറ്റത്തിൻ്റെ 4 സൈഡിലും സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലുള്ള നല്ലൊരു മുറ്റം തന്നെയാണ്. നമുക്കിനി വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ്. വലിപ്പമുള്ള സിറ്റ് ഔട്ട് തന്നെ. ഫ്രണ്ട് ജനൽപ്പാളികളൊക്കെ നമുക്ക് കാണാം. വലിപ്പമുള്ള ഫ്രഞ്ച് പാളികളൊക്കെ ഉള്ള നല്ല ജനലൊക്കെയാണ് കൊടുത്തിരിക്കുക. എപ്പോഴും വീടിന് നല്ലൊരു ജനൽപ്പാളികൾ, സൗകര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് വേണ്ടത്. ഇത് ഫ്രണ്ട് ഡോറ്, നല്ലൊരു ഡിസൈൻ വർക്കോട് കൂടിയുള്ള ഫ്രണ്ട് ഡോറ്. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു, പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പണി കഴിപ്പിക്കപ്പെട്ട വീടൊന്നുമല്ല ഇത്. സാവധാന സമയമെടുത്ത് ചെയ്തിരിക്കുന്നതാണ്.
അതിൻ്റെ ഒരു മേന്മ ഈ വീടിൻ്റെ പാളികളിൽ, ജനൽപ്പാളികൾ, ഡോർ, ആശാരിപ്പണി അല്ലെങ്കിൽ ടൈല് വർക്ക് എന്ന് വേണ്ടുന്ന ഓരോ പണികളിലുമുണ്ട്. റൂഫ് വർക്ക് ആയിക്കോട്ടെ, എല്ലാ പണികളിലുമുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ ജിപ്സം വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ജിപ്സം വർക്ക്, ഇൻറ്റീരിയർ ലൈറ്റുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് സ്വീകരണമുറിയും ഡൈനിങ് ഹോളും തമ്മിലുള്ള ഒരു പാർട്ടീഷൻ വർക്കാണ്. വുഡ് കൊണ്ടാണ് കാണിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ സ്വീകരണമുറിയിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്കാണ് കയറിയത്. ഡൈനിങ് ഹാൾ നല്ല വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാൾ കം ഫാമിലി ലിവിങ് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുക. അത്രയ്ക്ക് വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുക. ഈ ഭാഗത്തായിട്ട്, അതായത് വാഷ് ബേസിനൊക്കെ വെച്ചിരിക്കുന്ന ഏകദേശം ഭാഗം കൊണ്ട് ഡൈനിങ് ടേബിൾ ഇടാം. ഒരു പകുതി കൊണ്ട് സോഫ സെറ്റ് ഇട്ട് ഇവിടെ TV-യുടെ യൂണിറ്റ് ഒക്കെ കൊടുത്തിരിക്കുന്ന ഒരു പോയിന്റാണ് ഇവിടെ. 4 ബെഡ്റൂം അറ്റാച്ച്ഡ്. എല്ലാം തേക്കിൻ തടി കൊണ്ടുള്ള ഡോറുകളാണ്. അകത്തെ ഡോറുകളെല്ലാം തേക്കിൻ തടി കൊണ്ടുള്ള ഡോറുകളാണ്. അവർ പറയുമായിരുന്നു, തടിയൊക്കെ ആണെങ്കിൽ ആശാരിയൊക്കെ വന്ന് എത്ര സമയമെടുത്താൽ പണിതെന്നറിയാവോ, ഇതുപോലെ ക്വാളിറ്റിയിലാണ് ഈ വീടുകൾ പണിയുന്നതെന്ന് ഞങ്ങൾ ആദ്യമേ വിചാരിച്ച പോലും ഇല്ല. വിൽക്കാൻ വേണ്ടി പണിത വീടായതുകൊണ്ട് ഒരു ടെൻഷൻ ഉള്ളിലുണ്ടായിരുന്നു. എങ്കിലും എടുത്തിട്ട് ഇന്ന് വരെ ഒരു കുറവ് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏകദേശം ഒരു 1.5 വർഷത്തോളമായിട്ട് അവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ നേരെ ആദ്യത്തെ ബെഡ്റൂമിൽ കയറി. ബെഡ്റൂം വലുപ്പമുള്ള ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റാണ് ഈ കാണുന്നത്. അങ്ങനെ കിട്ടാവുന്ന രീതിയിൽ അത് മിക്സഡ് ടാപ്പ് എന്ന് പറയും. മിക്സഡ് ടാപ്പാണ് കൊടുത്തിരിക്കുക. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് ടോയ്ലറ്റിലേക്ക്. അതാണ് മിക്സഡ് ടാപ്പ് കൊടുത്തിരിക്കുക എന്ന് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കടന്നു പോവുകയാണ്. ഇപ്പോഴാണ് ഏകദേശം ഒരു ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം. ഡൈനിങ് ഹാളും ഫാമിലി ലിവിങ്ങും കൂടെ ആയിട്ട് ഒരുമിച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു വലിപ്പം നമുക്കൊന്ന് കാണണമല്ലോ. ഇപ്പോഴാണ് അതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലായത്. ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ്. ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാകുന്നത്. NRI ആണെങ്കിലും കുഴപ്പമില്ല, നാട്ടിലാണെങ്കിലും കുഴപ്പമില്ല. സാലറി സർട്ടിഫിക്കറ്റ് തരുന്ന കമ്പനിയിലായിരിക്കണം നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ജോലിക്ക് കയറിയിട്ട് ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും ആവുകയും ചെയ്യണം. അതാണ് ഒരു സാലറി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലോൺ കിട്ടുവാനായിട്ടുള്ള ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. പിന്നെ സെക്കൻഡറി നോക്കുന്നത് സിവിൽ സ്കോറാണ്. സിവിൽ സ്കോർ മറ്റ് ലോണെങ്കിലും എടുത്ത് കുടിശ്ശിക എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ അതൊക്കെ അടച്ചു തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. കാരണം അത് അടച്ചു തീർക്കാത്തിടത്തോളം കാലം മറ്റൊരു ലോൺ കിട്ടാൻ സാധ്യതകൾ ഒട്ടുമില്ല. അതുകൊണ്ട് സിവിൽ സ്കോർ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ബെനലേവ് എന്ന് പറയുന്ന കമ്പനിയുടെയാണ് ക്ലോസറ്റൊക്കെ കൊടുത്തിരിക്കുക. 10 വർഷം ഗ്യാരണ്ടി ഉള്ളതാണ്. അപ്പോൾ സിവിൽ സ്കോർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഇനിയുള്ള നമ്മുടെ ഫിനാൻഷ്യൽ ഡീലിംഗ് മൊത്തം സിവിൽ സ്കോർ വഴി നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ മുഴുവൻ നമുക്ക് വേണ്ടി ഒരു ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും, അതായത് ഒരു ലോണിന് വേണ്ടി ഒന്ന് ചെക്ക് ചെയ്താൽ പോലും അത് സിവിൽ സ്കോറിൻ്റെ സിസ്റ്റത്തിൽ വന്ന് കിടക്കും. ആ സിസ്റ്റത്തിലൂടെ ആ സൈറ്റ് വഴിയാണ് ബാങ്കിൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെയും കോപ്പി അല്ലെങ്കിൽ ആ നമ്പർ ഒന്ന് കൊടുത്താൽ മതി, അവർക്ക് ചെക്ക് ചെയ്യാൻ ഈസിയാണ്. ഇതാണ് വാഷ് ഏരിയ. അവിടുന്ന് ഈ കിച്ചൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ടൊരു ബെഡ്റൂമുണ്ട്. മുഴുവൻ തേക്കിൻ തടി കൊണ്ടുള്ള ഡോറുകളാണ് കൊടുത്തിരിക്കുക. കട്ടളയെല്ലാം ആഞ്ഞിലി, ഡോറുകളെല്ലാം തേക്ക്. തൊട്ടടുത്ത് താമസിക്കുന്ന ആളുകൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്, മെഡിസിറ്റി ഹോസ്പിറ്റലുമായിട്ട് അധികം ദൂരമില്ല എന്നുള്ളത് തന്നെ നമ്മളെല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ വീടുകളൊക്കെ സെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടൊരു പ്രശ്നമുണ്ടായാൽ, ആരോഗ്യപരമായിട്ടൊരു പ്രശ്നമുണ്ടായാൽ മെഡിസിറ്റിയിലേക്ക് ഒരു ജസ്റ്റ് കോൾ ചെയ്താൽ വിത്തിൻ 5 അല്ലെങ്കിൽ 10 മിനിറ്റിനുള്ളിൽ അവിടുന്ന് ഒരു പാലിയേറ്റീവ് കെയർ പോലെ നമുക്ക് വണ്ടി വരും. ഒരു ഡോക്ടർ, ഒരു നേഴ്സുമാർ ഉൾപ്പെടെ അവിടുന്ന് നമുക്ക് പ്രാഥമിക ചികിത്സകൾ നൽകുവാനായിട്ട് ഇവിടെ വണ്ടി വരും. നമുക്ക് ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് തരാനായിട്ടുള്ള സൗകര്യവും മെഡിസിറ്റി ഹോസ്പിറ്റലിനുണ്ട് എന്നുള്ളത് ആദ്യത്തെ അറിവായിരുന്നു. ഒപ്പം നമുക്ക് പച്ചക്കറി അല്ലെങ്കിൽ മീൻ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടെ വാഹനം വഴി വരുന്നുണ്ട്. അതായത് ഒരു പെട്ടി ഓട്ടോറിക്ഷയ്ക്ക് ഒരു പച്ചക്കറി കടക്കാരൻ വന്നു കഴിഞ്ഞാൽ അവൻ്റെ ഒരു പെട്ടി ഓട്ടോറിക്ഷ നിറച്ച് വന്നു കഴിഞ്ഞാൽ അവൻ ഇവിടം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ അവൻ്റെ പച്ചക്കറി.
അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒരു വിരൽത്തുമ്പിൽ. ആരാധനാലയങ്ങളെല്ലാം 1 കിലോമീറ്റർ ചുറ്റളവിലുണ്ട്. മെഡിസിറ്റി ഹോസ്പിറ്റലാണ് ഹൈലൈറ്റ്. ബ്രില്യൻ്റ് കോളേജുമായിട്ട് ഏകദേശം 2 കിലോമീറ്ററാണ് ദൂരമുള്ളത്. വെള്ളം കയറാത്ത മേഖലയാണ്. കിണർ വെള്ളം പറ്റാത്ത കിണർ വെള്ളം ലഭിക്കുന്ന മേഖല കൂടിയാണ്. അങ്ങനെ നമ്മൾ 4 ബെഡ്റൂമും കണ്ടു. 4 ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ്. TV യൂണിറ്റ് ആണ് ആ കാണുന്നത്. ഇതാണ് ഹോളിൻ്റെ വലിപ്പം. ഒന്നുകൂടി കാണിക്കുകയാണ്. ഈ സൈഡിൽ നിന്ന് കാണിക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ടാണ് വീണ്ടും ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കാണിക്കുന്നത്. ഇനി നമ്മൾക്ക് കാണാനായിട്ടുള്ളത് ഈ വീടിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ്, കിച്ചണാണ്. ആ കിച്ചണിലേക്ക് നമുക്ക് പോകണം. വിദേശത്ത് ഉള്ള ആൾക്കാരൊക്കെ, അതായത് സായിപ്പന്മാരല്ലെങ്കിൽ അവരെയൊക്കെ സംബന്ധിച്ച് അവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതുന്നത് 1 കിച്ചണും 2 ടോയ്ലറ്റുമാണ്. അപ്പോൾ അത് കാരണം നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം ഏറ്റവും നീറ്റായിരിക്കണം. ഇതുകൊണ്ടോ നല്ല നീറ്റാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകൾ അതെല്ലാം തേക്കിൻ്റെ തടി കൊണ്ട് തന്നെയാണ്. തേക്കിൻ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത്. ഇത് ഫ്രിഡ്ജ് വയ്ക്കുവാനായിട്ടുള്ള പോയിന്റ്. അതുപോലെ തന്നെ നമുക്ക് മുകളിലെല്ലാം കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. ഒരു തലയെക്കെട്ട് പോലെ നമുക്ക് ഇവിടെ ചെയ്തു വന്നിരിക്കുന്നതാണ് തേക്കിൻ തടി കൊണ്ട്. കിച്ചൺ വലിപ്പമുള്ള കിച്ചൺ കഴിഞ്ഞിട്ട് അതുപോലെ വലിപ്പമുള്ള തന്നെ ഒരു വർക്ക് ഏരിയ കൂടി നമ്മളിപ്പോൾ കാണുകയാണ്. ഇവിടെ പുകയില്ലാത്ത അടുപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആരും അങ്ങനെ അത് ഉപയോഗിക്കാറില്ല എങ്കിലും വരുന്ന ആൾക്കാർ ചിലപ്പോൾ ചോദിക്കുക, ഈ ഒരടുപ്പില്ലേ, ഞങ്ങൾക്ക് പാല് കാച്ചുന്നത് എവിടെയാണ്? പിന്നെ പ്രായമായവരോ വീട്ടിലുള്ളവരാണെങ്കിൽ അവർക്ക് മീൻ കറി വയ്ക്കുന്നതും ചോറ് വയ്ക്കുന്നതും പുകയില്ലാത്ത അടുപ്പിലല്ല, അതായത് തീ കത്തിക്കുന്ന അടുപ്പിൽ വെച്ചാൽ മാത്രമേ അവർക്ക് ടേസ്റ്റ് ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന, ചിലപ്പോൾ അത് ശരിയുമായിരിക്കാം, അല്ലെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങളുടെ കമൻ്റായിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക, അത് ശരിയോ തെറ്റോ എന്നുള്ളത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അരകല്ലിൽ വെച്ച് മിക്സിക്കകത്തിട്ട് അരയ്ക്കരുത്, അരകല്ലിൽ വെച്ച് അരച്ചാലേ ടേസ്റ്റ് ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. പഴയ കാലത്തെ പോലെ മൺപാത്രത്തിൽ ചോറ് കഞ്ഞിയായിട്ടെടുത്ത് കുടിക്കുന്നവരുണ്ട്. കാരണം മൺപാത്രത്തിൽ കുടിക്കുന്നതിന് വേറൊരു ഹെൽത്തിയാണ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ വീടിൻ്റെ ഏകദേശ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഈ വീടും സ്ഥലവും നിങ്ങൾക്കും സ്വന്തമാക്കാം. മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ വിളിക്കൂ. ഈ വീട് കാണേണ്ടവർ ഞങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് വീഡിയോയോടൊപ്പം എല്ലാ വീഡിയോയോടൊപ്പം ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. വിളിച്ച് ഏത് സമയത്തും വരാം. അത് രാവിലെയോ വൈകുന്നേരമോ രാത്രിയോ ആയിക്കോട്ടെ, ഏത് സമയത്തും നമുക്ക് പ്രോപ്പർട്ടി കാണിക്കുവാനായിട്ട് ഞങ്ങൾ അവൈലബിൾ ആണ്. മീനച്ചൽ ഹോംസിൻ്റെ മീനച്ചൽ ഹോംസ് വഴി വീടുകൾ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. അപ്പോൾ പുതിയ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.